ലച്ചു, ഇന്ന് നിനക്ക് ക്ലാസ്സിന് പോകേണ്ട ദിവസമാണെന്ന് ഗോവിന്ദ് പറയുന്നു. നീ എന്താ പോകുന്നില്ലേ? ലച്ചു, നീ എന്നും കൂടി നാണം കെടുത്തരുത്. അവരുടെ വിലപ്പെട്ട സമയം ഇന്റർവ്യൂവിനും എൻട്രൻസിനും വേണ്ടി മാറ്റിവെച്ചിട്ട് ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ നീ ഇങ്ങനെ ആബ്സെന്റ് ആയ അവരോട് എന്ത് മറുപടി ഞാൻ പറയും? കുറച്ച് ദിവസങ്ങളൊന്ന് കഴിയട്ടെ എന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. അതിനെന്ത് മറുപടിയാണ് ഗോവിന്ദ് അവരോട് പറയുമെന്നാ ഞാൻ ലച്ചുനോട് ചോദിക്കുന്ന. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. സ്വാതി പിണങ്ങി അവളുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നു. അതിന് വ്യക്തമായ കാര്യമൊന്നും അവൾ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കറിയാം. നീ അതിൽ ടെൻഷനാവൊന്നും വേണ്ട. ലച്ചു, പോയി ഡ്രസ് ചെയ്യും. ലച്ചുവിനെ ഞാൻ കോളേജിൽ കൊണ്ടുവിടാം. എന്താ ഇവിടെ? എന്താ മോനെ? സ്വാതി എന്നോട് പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അമ്മ കോളേജിൽ പോകുന്നില്ലെന്ന്. അതിന് നീ എന്തിനമ്മോ ക്ലാസ് നഷ്ടാക്കുന്നത്? ചെല്ല്, ഗോവിന്ദ് നിന്നെ കോളേജിൽ വിടും. ചെല്ല്. എന്നാ ഞാനിപ്പോ റെഡിയാവട്ടെ. ശരി മോനെ, എന്നാ നീയും കൂടെ റെഡിയായി അവളുടെ കൂടെ ചെല്ല്. ശരി അമ്മേ. ശ്രീകുട്ടി ചന്ദ്രകാന്തത്തിൽ ചെന്ന് നിൽക്കാൻ എന്തോ കാര്യമുണ്ട്. അച്ഛന്റെ അമ്മയുടെയും കൂടെ ചെന്ന് നിൽക്കാനാ അവള് പോയതെന്ന് നീ പറഞ്ഞ അതമ്മയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്താ മോനെ നിങ്ങൾക്കിടയിലെ പ്രശ്നം? അമ്മ തന്നെയാണോ? അതെ അമ്മേ. അവളെന്തെങ്കിലും മനസ്സിലാക്കിയോ? അമ്മ കോളേജിൽ പോയി, ഞാൻ ഓഫീസിലും. ഈ സമയം നോക്കി കവിത അപ്പച്ചി എന്തൊക്കെയോ സ്വാതി പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാ മോനെ ഞാനും ഊഹിച്ചത്. കവിത ഈ കുടുംബം തകർത്തേ അടങ്ങുന്നുള്ള വാശിയില്ല. അവള് കയറി കളിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിലാ. നീ ചെന്ന് ശ്രീകുട്ടിയെ കണ്ട് അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്കിടയിൽ വന്ന അകൽച്ച കവിത കൂടുതൽ വലുതാക്കും. എന്താണ് കവിത അപ്പച്ചി പറഞ്ഞെന്ന് മാത്രം സ്വാതി പറയുന്നില്ല. എന്തായാലും ഞാൻ അവളെ ഒന്നുകൂടി കാണുന്നുണ്ട്. വലിയൊരു സത്യം നമ്മുടെ മനസ്സുകളിൽ മൂടി വെച്ചിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരാനാ കവിത പല വഴിക്ക് ശ്രമിക്കുന്നത്. കവിത പറയുന്നതിൽ സത്യമുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവൂ. ഒരു സ്ഫടികപാത്രം പോലെയാ കുടുംബജീവിതം. അത് താഴെ വീണുടയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാ. ഹലോ, കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. വിചാരം ചേച്ചിയുടെ ഫോൺ കിട്ടിയില്ലേ? താങ്ക്സ്. സിസ്റ്റർ കൊണ്ടുവന്നു. അമ്മു എന്നാണല്ലേ പേര്? സിസ്റ്റർ പറഞ്ഞു. ഞാനിപ്പോ സിസ്റ്ററെ കണ്ടു. സിസ്റ്ററാ അമ്മുവിന്റെ കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരാരും കേൾക്കാതുള്ളിൽ
സത്യം പറ. എന്താ മോളെ മംഗലശ്ശേരിയിൽ സംഭവിച്ചത്? കവിത എന്താ നിന്നോട് പറഞ്ഞത്? മോൾ അച്ഛനോട് പറ. ചെറിയമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ചെറിയമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവരെ ഇതിലേക്ക് വലിച്ചെടുക്കരുത്. പിന്നെന്തിനാ നീ മംഗലശ്ശേരിയിൽ നിന്ന് ഇറങ്ങി വന്നത്? മരിക്കാൻ തീരുമാനമെടുത്തത്? ഒന്നുമില്ലാതെ നീ അങ്ങനൊരു ബുദ്ധിമോശം കാണിക്കില്ലെന്ന് എനിക്കറിയാം. ചെറുതായിട്ടൊന്നുമല്ല നിന്റെ മനസ്സ് വേദനിച്ചത്. സഞ്ജുവിനോടൊന്ന് ഉരിയാടാനോ അവന്റെ മുഖത്ത് നോക്കാനോ നീ തയ്യാറാവുന്നില്ല. മംഗലശ്ശേരിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ആർക്കും ഒന്നും അറിയില്ല. നീ അവിടുന്ന് ഇറങ്ങി പോകുന്നത് പോലും അവിടെ ആർക്കും അറിയില്ല. എന്താണെങ്കിലും നീ എന്നോടെങ്കിലും ഒന്ന് പറ. ഞാൻ നിന്റെ അച്ഛനാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എനിക്കൊരല്പം മനസ്സമാധാനം എന്താ? നിനക്കല്ല, ഞങ്ങൾക്ക് മനസ്സമാധാനം വേണ്ടത്. ആ സമാധാനം നീയായിട്ടാ ഇല്ലാതാക്കിയത്. നീയായിട്ട്. ഞാനെന്താ മണ്ടനാണോ? ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് നീയാ. എന്നിട്ട് പറയുന്നു മനസ്സമാധാനം കൊടുക്കാൻ. ഒരല്പം ദയ നീ എന്നോട് കാണിക്കും. ഞാനിതെങ്ങനെ അച്ഛനോട് പറയും? അമ്മൂന് ഓർമ്മക്കേട് വന്നപ്പോ കാട്ടിക്കൂട്ടിയതൊന്നും വിശ്വസിച്ചവളല്ല നീ. അന്ന് നീ പക്വതയും ആർജവും കാണിച്ചു. ഇന്നെന്താ നീ ഈ വിധം അധപതിച്ചു പോയത്? നിന്നെയും സഞ്ജുവിനെയും തമ്മിലടുപ്പിച്ച് മുതലെടുപ്പ് നടത്താനാ കവിത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ നന്നായിട്ട് എന്റെ മോള് തിരിച്ചറിഞ്ഞെന്നാ ഞാൻ കരുതിയത്. അവിടെ നീ തോറ്റുപോയി. അച്ഛൻ പറഞ്ഞതാ ശരി. തോറ്റുപോയവള് തന്നെയാ ഞാൻ. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തു ഭാര്യ? ചതിക്കപ്പെട്ട ഭാര്യ അച്ഛാ ഞാൻ. വെറും ഭാര്യയല്ല, രണ്ടാം ഭാര്യ. സ്വയം ഇല്ലാതാവാനാണ് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ആദ്യം ഞങ്ങളെങ്ങും കൊല്ലും. ഒരു മകള് കാരണം എന്തൊക്കെ ഞാൻ അനുഭവിക്കണം. കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം സ്വസ്ഥതയും സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രഭേ, പാവം എന്റെ അച്ഛൻ. എന്നോട് ക്ഷമിക്കച്ച. സത്യം എന്താണെന്ന് ആരും അറിയണ്ട. അതറിയിക്കാതെ വേണം എനിക്കിതിനൊരു പരിഹാരം കാണാൻ. അമ്മ എനിക്ക് തന്ന ഔദാര്യം പലിശ ചേർത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. മത്സരിച്ച് ജയിക്കാനോ ആരുടെയും സമാധാനം തകർക്കാനോ ഞാനില്ല.
കുറെ നേരം ആയല്ലോ മൗനിയെ പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഒന്ന് പറ ലച്ചു. അല്ലെങ്കിലേ ഞാൻ വെറും ഒരു ഡ്രൈവറായി പോവും. പഠിക്കാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷിച്ചതാ ഞാൻ. ഇപ്പോഴെന്താ സന്തോഷമില്ലാത്ത? ഡോക്ടർ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ചേച്ചിയും മറന്ന് ഞാൻ സ്വന്തം കാര്യം നോക്കി പോകുന്നത് ഓർക്കുമ്പോ മനസ്സ് ചുട്ടുപൊള്ള. ഇതൊന്നും വേണ്ടായിരുന്നു. മംഗലശ്ശേരി വിട്ടുപോകാൻ ഞാൻ പലതവണ ലച്ചുവിനോട് പറഞ്ഞതല്ലേ. ലച്ചു അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. സ്വാതിയും സഞ്ജുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അധിക കാലമൊന്നും നീണ്ടു പോവില്ല. അവർക്ക് രണ്ടുപേർക്കും കൂടുതൽ സമയമൊന്നും പിരിഞ്ഞിരിക്കാനും കഴിയില്ല. പിന്നെ സഞ്ജുവിന് അവൻ ചെയ്തത് തെറ്റാണെന്നറിയാം. സ്വാതിയുടെ കാല് പിടിച്ച് സഞ്ജു പിണക്കം തീർക്കും, അത് ഉറപ്പാ. ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യമൊന്നും ഡോക്ടർ മറക്കണ്ട. അത് ദക്ഷയല്ലേ? അവര് നമ്മുടെ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ടല്ലോ. ഇനി എന്ത് നമ്പരുമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നത്? ആ ഡോക്ടർ വണ്ടി നിർത്ത്. അത് വേണോ? ആ വേണം. എന്താ ദക്ഷമേ? നീ പഠിക്കാൻ പോയി തുടങ്ങിയല്ലേ? അതെ. നല്ല കാര്യം. പക്ഷേ മംഗലശ്ശേരി വിട്ടിറങ്ങാൻ നിനക്ക് ഇനിയും നേരമായിട്ടില്ല. കൊലപാതക കുറ്റം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടും എന്താ ലച്ചു നീ പാഠം പഠിക്കാത്തത്? ഞാൻ ഉടനെ എവിടുന്ന് പോവും. നീ അതിന് ശ്രമിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും നീ കൊല്ലപ്പെടും. നീ കൊല്ലപ്പെട്ടാൽ എന്താ സംഭവിക്കാന്നറിയാലോ. നീ ആരാണെന്നുള്ള സത്യം ലോകം അറിയും. സഞ്ജു അകത്തു പോവും. ഓ, അപ്പോ ഇതൊക്കെയാണല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ലച്ചുവിന്റെ ജീവൻ എടുക്കാൻ നടന്നത് നിങ്ങളല്ലേ? ഞാൻ മംഗലശ്ശേരിക്കാരുടെ ചോര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഇവളുടെ ജീവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നിവൾ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. ഇവൾക്കേ കോളേജിൽ പോകാനുള്ളതാ. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയണം. നിന്നോട് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം പറയാം. നിന്നെ കൊന്നുകളയാൻ വേണ്ടിയാ കവിത ജാക്കി എന്ന ഗുണ്ടയെ ടെറസിലേക്ക് കയറ്റിവിട്ടത്. കവിതയുടെ ലക്ഷ്യം നിന്നെ കൊണ്ട് സഞ്ജുവിനെ കൊടുക്കുകയായിരുന്നു. നിങ്ങൾ പറയുന്നത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? സത്യം കാണാതെ പോകുന്നത് എന്റെ കുറ്റമല്ല ഗോവിന്ദ്. നീ ടെറസിലേക്ക് തുണിയെടുക്കാൻ പോകുമെന്ന് മനസ്സിലാക്കിയ കവിത ജാക്കിയെ വിളിച്ചു വരുത്തി. വീട്ടിൽ അധികാരം ഉണ്ടായിരുന്നുമില്ല. പക്ഷേ കവിതയുടെ ലക്ഷ്യം പിഴച്ചു. ജാക്കിയും കവിതയും ടെറസിലെത്തുമ്പോൾ വസുമതി അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കവിതയുടെ കൺമുന്നിൽ വെച്ച നീയാണെന്ന് കരുതി ജാക്കി തുണി കൊണ്ട് മുഖം മറച്ച് വസുമതി അമ്മയെ എടുത്ത് താഴേക്കിട്ടത്. പത്തു മാസം വയറ്റിൽ ചുമന്ന് നൊന്തു പെറ്റ അമ്മയ്ക്ക് ഒരു മകൾ നൽകിയ പാരിതോഷികം. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ മുഖം പറയുന്നു സത്യം അതാണെന്ന്. നിങ്ങളുടെ വലം കൈയായിരുന്നല്ലോ കവിത. പിന്നെ ഇപ്പൊ എന്താ ഒരു ചുവടുമാറ്റം? കവിത എന്തിനാ എന്റെ ഏട്ടനുമായുള്ള വിവാഹത്തിന് ധൃതി വെച്ചതെന്ന് ഞാൻ പറഞ്ഞു തരണോ? എന്റെ ഏട്ടന്റെ ജീവനാ ഇപ്പൊ അവൾ ഉന്നം വെക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അവരുടെ വിവാഹം നടന്ന വിവരം മംഗലശ്ശേരിക്കാർ അറിയുന്നതിന് മുൻപേ ലച്ചു അറിഞ്ഞിട്ടുണ്ട്. കവിതയെ എനിക്ക് തളച്ചേ പറ്റൂ.
അല്ലെങ്കിൽ എനിക്കെന്റെ സഹോദരനെ നഷ്ടപ്പെടും. അവൾ ഒരു രക്തരക്ഷസായി മാറിക്കഴിഞ്ഞു. ആരുടെ ചോരയും അവൾ ഊറ്റിക്കുടിക്കും. നഷ്ടപ്പെടാൻ പോകുന്നത് നിരപരാധികളുടെ ജീവന. മംഗലശ്ശേരിക്കാരോടുള്ള എന്റെ പക ഒരിക്കലും കെട്ടടങ്ങാത്തതാ. ഒരവസരത്തിന് വേണ്ടിയാ മുറിവേറ്റ പാമ്പിനെ പോലെ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ കവിതയെ പൂട്ടാതെ എനിക്കിനി വിശ്രമമില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് കൂടെ നിൽക്കാം. പിന്നിൽ നിന്നും കുത്തിയ പാരമ്പര്യം രക്ഷയ്ക്കില്ല. അവർ പറയുന്നതൊക്കെ ലക്ഷ്മന് സത്യമായി തോന്നുന്നുണ്ടോ? അത് സത്യമാണ്. അന്ന് കാറിൽ വന്നതും പോയതും ജാക്കി തന്നെയാ. അപ്പോ മുത്തശ്ശി കൊന്നത് മുത്തശ്ശിയുടെ മകൾ. ജാക്കി, വാതിലോർക്ക. കവിതയാ. ജാക്കി, വാതിൽ മുട്ട് കേട്ടപ്പോൾ ഞാനൊന്ന് സംശയിച്ചു. പിന്നെ മേഡമാണെന്ന് അറിഞ്ഞപ്പോഴാ ഒന്ന് സമാധാനമായത്. ഇതെന്റെ വീടിന് തൊട്ടടുത്തുള്ള ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഷെഡാ. ഇവിടെ ആരും വരുമൊന്നുമില്ല, പേടിക്കണ്ട. മേഡം വളരെ സാഹസികമായ പോലീസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയേ. ഇപ്പോഴും പോലീസിന്റെ പിന്നാലെ ഉണ്ടാവും. പിടിക്കപ്പെട്ട എല്ലാം തീർന്നു. പോലീസൊന്നല്ല, ആരും ഇവിടെ നിന്നെ കണ്ടുപിടിക്കാൻ വരില്ല. അത്ര സുരക്ഷിതമായ സ്ഥലം ഇത്. അക്കാര്യം നീ എനിക്ക് വിട്ടേക്ക്. പകൽ സമയത്ത് നീ പുറത്തിറങ്ങുന്നത് അപകടം. നല്ല ശ്രദ്ധ വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം മേഡം. ഞാൻ നിന്നെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല. എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തിയായാൽ ആ നിമിഷം നിന്നെ ഇവിടെ നിന്നല്ല, ഈ രാജ്യത്ത് നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയിരിക്കും. മറ്റൊരു രാജ്യത്ത് നീ സുരക്ഷിതനായി എത്തിച്ചേരും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് മേഡം? ആരെയാ കൊല്ലേണ്ടത്? മേഡം പറഞ്ഞാ മതി. സമയമായിട്ടില്ല, പറയാം. ഈ കൊലപാതകം അതുകൂടി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം നിനക്ക് സുഖമായി ജീവിക്കാനുള്ള ക്യാഷ് ഞാൻ തരും. സമയമാവട്ടെ. ആരാ എന്താ എങ്ങനെയാന്നൊക്കെ ഞാൻ അറിയിക്കാം. ഓക്കെ? ഓക്കെ മേഡം. ദൈവമേ, ചേച്ചി ഒന്ന് എടുക്കണേ. അതിന് ചേച്ചിക്ക് മനസ്സുണ്ടാവണേ. ഫോണൊന്ന് എടുക്ക്.
അമ്മു അല്ലേ നിന്നെ വിളിക്കുന്നത്? നീ അവളോടൊന്ന് സംസാരിക്കേ. അവളുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. അച്ഛനെ കോള് കട്ട് ചെയ്യുന്നുണ്ടോ? എന്തിനവളുടെ കോള് കട്ട് ചെയ്യണം? അവക്ക് പറയാനുള്ളതേ ഞാൻ കേൾക്കും. മോളെ, അമ്മു അച്ഛനാ. അച്ഛ, എന്താ ചേച്ചി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എന്താണെന്ന് പറഞ്ഞാലല്ലേ മോളെ കാര്യം അറിയൂ.